വെൽക്കം ബാക്ക് ടു ഗോട്ട് മീ നൗ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഥകൾ എഴുതിയിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം. കഥകൾ എഴുതിയിട്ട് അത് ആമസോണിന്റെ KDP എന്ന് പറയുന്ന പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് give me high demand KDP topics. So it will search and it will give some topics. So low end, medium content, small business tools, fiction. Yeah, let's go with the fiction. Absolute titan of 2026. So non-fiction, budgeting and digital economy. സോ ഇത് നമ്മൾ ചെയ്യുന്ന ഇപ്പോഴും എന്ത് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിലും എന്ത് പിന്നെ ഡിവൈസ് ഉണ്ടെങ്കിലും ബുക്ക് വായനയും അതുപോലെ തന്നെ ഈ കിൻഡിൽ, ആമസോൺ കിൻഡിലിന്റെ വായനയും ഇപ്പോഴും അതുപോലെ തന്നെ ഹൈ ഡിമാൻഡ് ആൾക്കാർ യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇപ്പോഴും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പരിപാടിയാണ് ആമസോൺ KDPയിൽ നമ്മൾ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. സോ ഇതിന് നമുക്ക് വൺസ് നമ്മളൊരു ഒരു ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലൈഫ് ടൈം പ്രൊഡക്റ്റ് ആണ്. അതിങ്ങനെ ഓരോ കോപ്പി ഡൗൺലോഡ് ആകുമ്പോഴും അത് പർച്ചേസ് ആകുമ്പോഴും നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ക്ഷമ വേണം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെടുക്കാം. നമുക്ക് ഈ ഒരു ടോപ്പിക് എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് കൊടുക്കാം. give me 8 chapter of story about this topic. ഇത് AI കണ്ടന്റ് ആണെങ്കിൽ നമുക്കതിൽ AI കണ്ടന്റ് ആണ് ചെയ്തതെന്നുള്ളതിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ അത് നമ്മൾ ആ രീതിയിലാണ് ചെയ്യുക. സോ നമുക്ക് ഇത് ചാപ്റ്റർ കിട്ടി കണ്ടോ. സോ വി ആർ കോപ്പിങ് ദിസ് ചാപ്റ്റർ. ദെൻ ഞാൻ ഓൾറെഡി ജെമിനിയിൽ ഒരു സ്റ്റോറി എക്സ്പാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ജെം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ it will generate the story. Now it will ask some questions. Yes. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മൾ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ആയിട്ട് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് വരിക. സോ നൗ വി ആർ ഗോയിങ് ടു ജനറേറ്റ് ചാപ്റ്റർ 1. ചാപ്റ്റർ 1 ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ 1 അങ്ങനെ കോപ്പി ചെയ്യുക, ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് മാറ്റാം. ഓക്കെ, then we'll give yes to generate chapter 2. സോ നമ്മളിവിടെ ജനറേറ്റ് ചെയ്തു. സോ വി മെയ്ഡ് കണ്ടോ, നമ്മളൊരു വലിയൊരു ഡോക്യുമെന്റ്, ഒരു 6 ചാപ്റ്റർ ഉള്ള ഒരു വലിയൊരു ഡോക്യുമെന്റ് നമ്മൾ ഉണ്ടാക്കി. ഇതൊരു ഫുൾ കഥയാണിത്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇത് ആമസോൺ KDP ഫോർമാറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ഒരു ടൂൾ ആവശ്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെയ്യേണ്ടത് ആമസോൺ ടൂൾ ടു കൺവേർട്ട് ടു KDP ഫോർമാറ്റ് സെർച്ച് ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു ടൂൾ കിട്ടും. ഈ ടൂള് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് കിൻഡിൽ ക്രിയേറ്റ് എന്നുള്ള ടൂളിന്റെ പേര്. ഇത് നമ്മൾ ഏതാണോ, നമ്മൾ മാക് ആണോ വിൻഡോസ് ആണോ അതനുസരിച്ച് നോക്കി ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ കൊടുക്കുക.
നമ്മളെ വേർഡ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് വന്നിട്ട് ചൂസ് കൊടുക്കുക. ചൂസ് ചെയ്തിട്ട് കൊടുത്തിട്ട് കണ്ടിന്യൂ, ചൂസ് ഫയൽ, ഡൗൺലോഡ്സിൽ നമ്മുടെ ഫയൽ ഉണ്ടാവും. ഇത് ഓപ്പൺ ചെയ്യാം. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ ലൈക്ക് ദിസ്. ഇത് ഇമ്പോർട്ടിംഗ് ആൻഡ് കൺവേർട്ടിംഗ് ദ ഡോക്യുമെന്റ് ആ രീതി കാണിക്കും. അപ്പൊ ഇതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് മൊത്തം ഇതുപോലെ വരും. ഇവിടെ ആക്സെപ്റ്റ് ഓൾ സെലക്ട് കൊടുക്കുക. എന്നിട്ട് വി വിൽ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക എല്ലാം ഓക്കെയാണ്. കാരണം കിൻലി ഡിവൈസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഡിവൈസിൽ ഒരു ബുക്ക് വായിക്കുന്ന പോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ സാധാരണ ഒരു നോർമൽ ബുക്ക് വായിക്കുന്ന ഫീൽ വരുന്ന രീതിയിലാണ് ഇത് വരുന്നത്. ഈ രീതി കൊടുക്കുക. ദെൻ എക്സ്പോർട്ട്. ഇത് KPF ഫോർമാറ്റ് ആണ്. ആമസോൺ KDPയിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നേവിഗേഷൻ കറക്റ്റ് ആയിട്ട് ചാപ്റ്റർ ബൈ ചാപ്റ്റർ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ വരുന്ന രീതിയിൽ ഏറ്റവും സ്യൂട്ടബിൾ ചെയ്യുന്നത്. നമുക്ക് PDF അപ്ലോഡ് ചെയ്യാം, പക്ഷേ ഏറ്റവും പ്രിഫറബിൾ മെത്തേഡ് KPF ഫോർമാറ്റ് ആണ്. എക്സ്പോർട്ട് കൊടുക്കുക. സോ ഇറ്റ് വിൽ ആസ്ക് ടു വേർ വി വാണ്ട് ടു സേവ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഡോക്യുമെന്റ്സ് കൊടുക്കാം. Let's go with desktop. ഓക്കെ, നമ്മൾ പേര് കൊടുക്കുക. യെസ്, ഇറ്റ്സ് റെഡി ടു പബ്ലിഷ്. ഇനി ചെയ്യേണ്ടത് നമ്മൾ KDPന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാണ്. ഇതാണ് KDPന്റെ പ്ലാറ്റ്ഫോം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ന്യൂ ടൈറ്റിൽസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. Kindle ഇ-ബുക്ക് കൊടുക്കുക. ഇംഗ്ലീഷ് ബുക്ക് ടൈറ്റിൽ വേണം നമുക്ക്. സോ ദാറ്റ് വി വിൽ കം ബാക്ക് ടു ജെമിനി. സോ നമ്മൾ ജെമിനിയോട് പറഞ്ഞു ഗിവ് മീ ബുക്ക് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് കീവേഡ്സ് യൂസ് ആൻഡ് ബുക്ക് കവർ ടെക്സ്റ്റ് ടു യൂസ് കൊടുക്കുക. ടൈറ്റിൽസും കാര്യങ്ങളും വന്നു. അതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലെ ഡീറ്റെയിൽസ് മൊത്തം കൊടുത്തു. ടൈറ്റിൽ കൊടുത്തു, സീരീസ് കൊടുത്തു. ഓപ്ഷണലായിട്ട് കാര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓതറിന്റെ പേര് നിങ്ങളുടെ പേര് തന്നെ കൊടുക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. പിന്നെ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുക്കുക. മാർക്കറ്റ് പ്ലേസ് Amazon.com കൊടുക്കുക. കീവേഡ്സ് കൊടുക്കുക. ഐ ആം റെഡി ടു പബ്ലിഷ്. സ്റ്റേജിൽ നമുക്ക് ഇവിടെ നമ്മളൊരു മെനു സ്ക്രിപ്റ്റ് ചോദിക്കും. ആ മെനു സ്ക്രിപ്റ്റ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന വേർഡ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് വേണ്ടത് കിൻഡിൽ ഇ-ബുക്ക് കവറാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കിൻഡിൽ തന്നെ ടൂൾ വെച്ചിട്ട് നമുക്ക് ലോഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കൊടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഈ ഡിസൈൻ ചൂസ് ചെയ്യാണ്. റിവ്യൂ. ഇവിടെ സാധനം വന്നിട്ടുണ്ടോ? നമ്മൾ കവർ ഇമേജ് ആഡ് ചെയ്തു. AI ജനറേറ്റർ ആണെങ്കിൽ AI ജനറേറ്റർ കൊടുക്കുക. സം സെക്ഷൻസ് കൊടുക്കുക. ജെമിനി എന്ന് കൊടുക്കുക. ഇമേജസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ട്രാൻസ്ലേഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നണ്ണ് കൊടുക്കുക. ഓക്കെ, പ്രിവ്യൂ ഇവിടെ കുറച്ച് സമയം എടുക്കും ലോഡ് ആവാൻ. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ ചെയ്യണം, പക്ഷെ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാം. ഇത് കൊടുക്കുക. ഇമേജസ് ഇല്ലാത്തതുകൊണ്ട് ഈ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. സേവ് ആൻഡ് കണ്ടിന്യൂ. നെക്സ്റ്റ് നമ്മളെ പ്രൈസിങ് ആണ്. നമ്മൾ എത്ര പൈസക്കാണ് ഈ ബുക്ക് KDP ബുക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഓൾ ടൈറ്റിൽസ് കൊടുക്കുക. ഇത് പ്രോഫിറ്റ് ലെവലാണ്. 35% വേണോ 70% വേണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുക ഏത് രീതിയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യണമെന്നുള്ളത്. $3 കൊടുത്തു. അത് ഓരോ ആമസോണിന്റെ ഓരോ രാജ്യത്തുള്ള വെബ്സൈറ്റിലും എത്ര വരും എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ടോ? ഇത് കൊടുക്കുക. പബ്ലിഷർ ഇ-ബുക്ക് ഡൺ. ദാറ്റ് ഈസ് പബ്ലിഷ്ഡ്. ഇനി നമുക്ക് ഇതുപോലെ നമ്മളെ പ്രൊഡക്റ്റ് കണ്ടോ, നമ്മൾ ആമസോണിൽ ഒരു കമ്പനി ഇല്ലാതെ നമുക്ക് ആമസോണിൽ ഇങ്ങനെ സെല് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. ഇത് പല രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അതായത് നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ഉണ്ടാക്കാം. നമ്മൾ ചൂസ് ചെയ്ത കാറ്റഗറി പോലെയുള്ളത് യൂസ് ചെയ്ത് നമുക്ക് ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ബയോയിൽ കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് ആൾക്കാർ പോകും.